ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ എന്ത് വന്നിട്ടുണ്ട്? ഓഗസ്റ്റ് 3 മുതലാണില്ലേ നമ്മുടെ എക്സാം. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഔട്ടായിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ചിലർ പറയുന്നുണ്ട് നമുക്ക് നോക്കുന്ന ടൈമിൽ എൻ്റെ കാണിക്കുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്താണ്, നിങ്ങളുടെ എല്ലാം അപ്ഡേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ആദ്യം എക്സാം ഉള്ളവരെ ആയിരിക്കും എന്ത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ 2025 നടക്കാൻ പോകുന്ന ഇത് ഗ്രൂപ്പ് ഡിയുടെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഓഗസ്റ്റ് 3 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് എന്ത് നടക്കാൻ പോകുന്നത്, നമ്മുടെ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എവിടെയാണ് നമ്മുടെ അഡ്മിറ്റ് കാർഡിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ, നമ്മൾ എന്തൊക്കെ കൊണ്ടു ചെല്ലണം, നമ്മളുടെ ഷിഫ്റ്റ് എപ്പോഴാണ്, നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ എവിടെയാണ്, ആ കാര്യങ്ങളെല്ലാം നമ്മുടെ അഡ്മിറ്റ് കാർഡിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരിക്കും. ഇതാണ് കേട്ടോ നിങ്ങളുടെ സൈറ്റ്. ഈ സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതല്ലെങ്കിൽ എന്ത്, നിങ്ങൾ ഗ്രൂപ്പ് ഡി അഡ്മിറ്റ് കാർഡെന്ന് നമ്മുടെ വെബിലൊന്ന് സെർച്ച് ചെയ്തിരുന്നാലും മതി. അതുപോലെ എക്സാമിന് പോകുന്ന ടൈമിൽ നിങ്ങൾ എന്താണ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ കാർഡ്, അതെന്തായാലും ആധാർ കൊണ്ടുപോയാൽ നന്നായിരിക്കും. അതുപോലെ ഒരു ഫോട്ടോ കൊണ്ടുപോവുക. ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ എന്താണ്, നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓൾറെഡി എന്താണ് നമ്മൾ പറഞ്ഞ പോലെ നമുക്കതാ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ലിങ്കിൽ കയറുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കും. രജിസ്റ്റർ നമ്പർ ഓൾറെഡി നിങ്ങൾക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാവും. ഈ പറയുന്ന ലിങ്കും ഈ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഇമെയിലിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇത് നിങ്ങളുടെ RRB അപ്ലൈ എന്ന് പറയുന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറാൻ പറ്റും. എവിടെ നമ്മളിത് ഈ ലോഗിൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആധാറൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്ത് പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ ഇതെവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ കയറി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് നമ്മൾ അയച്ചിട്ടുള്ള ഗ്രൂപ്പ് ഡിയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. ഗ്രൂപ്പ് ഡിയുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്പർ നമുക്ക് അവിടുന്ന് കിട്ടും. നമ്പർ നമുക്ക് അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഡിയുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. ഈ വിൻഡോയിൽ നമ്മൾ എന്തടിക്കണം, രജിസ്റ്റർ നമ്പർ എടുക്കുന്ന മെത്തേഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടോട്ട് അടിക്കും, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതടിക്കുമ്പോൾ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ ഇൻ്റർഫേസിൽ കാണാനായിട്ട് സാധിക്കും. ഇൻ കേസ് വന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്നും റീസെൻ്റായിട്ട് ഇതേ പരിപാടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിയുടെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതായിരിക്കും. നമ്മളിനി ബാക്കി പറയാൻ പോകുന്നത് നമ്മൾ ഗ്രൂപ്പ് ഡി ഓൾറെഡി നമ്മുടെ അടുത്തെത്തി. 3-ാം തീയതി തൊട്ട് തുടങ്ങും. പലർക്കും അഡ്മിറ്റ് കാർഡൊക്കെ വന്ന് തുടങ്ങി കാണും. പലർക്കും അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ എത്തി തുടങ്ങും. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ഡി എന്ത് ചെയ്യാം, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അങ്ങനത്തെ പാറ്റേണും ഒക്കെ നോക്കുക. ഇനിയൊന്നും പുതിയ ടോപ്പിക്ക് പുതുതായിട്ട് പഠിക്കാൻ നിൽക്കാണ്ട് എക്സാം ചെയ്ത് അതിൽ നിന്ന് മാർക്ക് കിട്ടാത്ത ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, BSF RM ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫിസിക്കലി കഴിഞ്ഞ് നിൽക്കുന്ന വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കേരളത്തിൽ ഫിസിക്കലി കഴിഞ്ഞ് നിൽപ്പുള്ളൂ നമുക്കറിയാം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, BSF RM അവരെ ഒന്ന് മെൻഷൻ ചെയ്ത് അറിയിക്കുക. നമ്മളെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അറിയിക്കുക. അതേപോലെ റെയിൽവേ നമ്മുടെ ഗ്രൂപ്പ് ഡി ഇപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പം കോഴ്സൊന്നും എടുക്കണ്ട, ഞാൻ ഇതിൽ നന്നായിട്ട് പഠിച്ചൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ടെക്നീഷ്യൻ 29-ാം തീയതി വരെ അയക്കാം. +2 സയൻസ് എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. IT ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസ്റ്റിലേക്ക് അയക്കാം. +2 സയൻസാണ് നിങ്ങൾ എടുത്തിരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തൊരു പോസ്റ്റ് നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും. അതേപോലെ അടുത്ത NDPC വരും. അടുത്ത ഈ പറയുന്ന പോലത്തെ എക്സാമുകളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പം അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, RRBയുടെ ഒരു ലോങ് ടേം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടുക. പറയാനുള്ള ഇത്ര മാത്രം. എഴുതാൻ പോകുന്ന ഗ്രൂപ്പ് ഡി അഡ്മിറ്റ് കാർഡൊക്കെ ഒന്ന് എഴുതാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ ഞാൻ നേരുന്നു. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. നമുക്ക് ഈ വട്ടത്തെ എക്സാം ക്രാക്ക് ചെയ്ത് നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു ജോലി പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു അപ്ഡേറ്റോട് വരുന്നത് വരെ കാണാം. ബൈ.